ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് ബാഹുലേൻ എന്നാണ്. ബാബു എന്ന് വിളിക്കും. പുള്ളി SWTD വാട്ടർ ട്രാൻസ്പോർട്ടിലാണ് ജോലി. എന്താ അച്ഛനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പേരിട്ടിരിക്കുന്നു? അതിപ്പോൾ അച്ഛനോട് ചോദിക്കണം. അച്ഛൻ മരിച്ചും പോയി. എനിക്ക് ആദ്യമൊക്കെ ചെറുപ്പത്തിലേക്ക് എനിക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഭയങ്കര വിഷമം വരും. ധർമ്മജൻ എന്നുള്ള പേര്. കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ സുമേഷ്, ബിനു അങ്ങനെയൊക്കെയുള്ള പേരും എനിക്ക് വലിയൊരു കട്ടിയുള്ള പേരും ധർമ്മജൻ. എനിക്കൊന്നത് ഈ ടീച്ചർമാരെ അറ്റൻഡൻസ് വിളിക്കുമ്പോഴും ധർമ്മരാജൻ, ചില ലോഡിങ്ങുകാരുടെ പേരൊക്കെ വിളിക്കുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു എനിക്ക്. അങ്ങനെ ധർമ്മരാജൻ, ധർമ്മജൻ, ധർമ്മൻ അങ്ങനെ പല രീതിയിൽ പോകുമായിരുന്നു. പിന്നീട് വലുതാകും തോറും എനിക്ക് ആ പേരിനോട് ഇഷ്ടം വന്നു. കാരണം റയറായിട്ടുള്ളൊരു പേരാണ്. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റായി കഴിഞ്ഞപ്പോൾ വേറൊരു പേര് ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം. അങ്ങനെ പേരിനോട് പിന്നീടാണ് ഇഷ്ടം തോന്നിയത്. എന്ത് വിളിക്കും? ധർമ്മചേട്ടൻ അത് വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ? എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ധർമ്മൂസ് എന്നൊക്കെയാണ് വിളിക്കണത്. നിങ്ങൾ ഫുൾ നെയിം ചേർത്തിട്ടൊരു ചേട്ടായും കൂടി ചേർക്കുന്നേ ഉള്ളൂ. അനുജയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചി, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ആണോ? എവിടെയാ ശരിക്കും നാട്? എൻ്റെ നെട്ടൂര്. നെട്ടൂരാ? ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കാണുന്ന വീടാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പ്രോപ്പർ ധർമ്മജൻ? ഞാൻ ബോൾഗാട്ടി എന്നാണ് പറയുകയാണെങ്കിൽ മുളവുകാടാണ്. ഞങ്ങൾ ഒറ്റ മുളവുകാട് ഗ്രാമപഞ്ചായത്തിലാണ് ബോൾഗാട്ടി ഉള്ളത്. മുളവുകാട് വടക്കേ അറ്റത്താണ് എൻ്റെ വീട്, തെക്കേ അറ്റത്താണ് ബോൾഗാട്ടി. എന്നാൽ ഈ ചെറുതിലെ ഈ മിമിക്രിക്ക് പോകുമ്പോൾ അങ്ങനൊരു സ്റ്റൈലിനൊരു കട്ട് കിട്ടാൻ വേണ്ടി ഇട്ടതാ ധർമ്മജൻ ബോൾഗാട്ടിന്ന്. ശരിക്കും ഇത്തിരി നീങ്ങിയിട്ടാണ് വീട്. വേറെ ആൾക്കാരില്ലല്ലോ ഈ പേരിൽ? ഇല്ല. അന്ന് ഈ മിമിക്രിയിൽ പേര് പറയുമ്പോൾ ഒരു ഇപ്പോൾ സുരാജ് വെഞ്ഞാറുമൂട് എന്നൊക്കെ പറഞ്ഞ പോലെ വാല് ഇട്ടിട്ടാണ് എല്ലാ മിമിക്രിക്കാരും പറഞ്ഞത്. പിന്നെ നാടിനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും അതായിരിക്കും ചിലപ്പോൾ അല്ലേ. ചിലർക്ക് അവനവൻ്റെ നാടിനോടൊരു ഇപ്പോൾ സാജൻ പള്ളുരുത്തി എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് പേരേ ഉള്ളൂ ഈ വാലില്ലാത്ത ആർട്ടിസ്റ്റുകൾ. ഞങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ. അതില്ല, ചേച്ചി മിമിക്രി ആർട്ടിസ്റ്റ് അല്ലല്ലോ. ആ ശരിയാ, മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അല്ലേ. പിന്നെ നാടകക്കാർ ഇടാറുണ്ട്. വേറെ ആർക്കും അങ്ങനെ കണ്ടിട്ടില്ല. എന്നോട് നെടുമുടി ചേട്ടൻ ചോദിച്ചു, നീ എന്തിനാ ഈ ബോൾ കാട്ടി കൊണ്ടു നടക്കണമെന്ന് ചോദിച്ചു. ധർമ്മജൻ അത്രയും പോരെന്ന് ചോദിച്ചു. ഞാൻ നമ്മുടെ ചേട്ടന് വേണമെന്ന് പോരെ, എന്തിനാ നെടുമുടി എന്ന് ചോദിച്ചു. ശരിക്കും ടെലിവിഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമാ നടനാവുക എന്നുള്ളൊരു ലക്ഷ്യം ഇല്ലായിരുന്നു? ഇല്ല ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ലക്ഷ്യം അതായിരിക്കുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ ഉന്തി വിട്ട പോലെ ഇങ്ങനെ വന്നതാണ്. അതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ഒന്നും ഉണ്ടായിരുന്നു.